കേന്ദ്രവിരുദ്ധ സമരത്തിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്ന് ഡൽഹിയിലേക്ക് തിരിക്കും. വൈകിട്ടാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിക്ക് പോകുന്നത്. മറ്റന്നാളാണ് ജന്തർ മന്ദറിന് മുന്നിലെ സമരം. കേരള ഹൗസിൽ നിന്ന് പ്രകടനമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സമരവേദിയിലേക്ക് പോകും. അവിടെ ചേരുന്ന സമ്മേളനത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും നേതാക്കളും എത്തുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി അരുൺ ആണ് ചേരുന്നത്. അരുൺ, ഇന്നലെ ബജറ്റ് അവതരണത്തിലടക്കം കേന്ദ്രത്തെ കുറ്റപ്പെടുത്താൻ ധനമന്ത്രിയും തയ്യാറായിരുന്നു. പിന്നീട് നമുക്ക് നൽകിയ അഭിമുഖത്തിലടക്കം ഈ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കണമെങ്കിൽ കേന്ദ്രവിഹിതം കൂടുതൽ ലഭിക്കണം എന്ന നിലപാട് ധനമന്ത്രി ആവർത്തിക്കുകയും ചെയ്തു. ഇന്ന് എപ്പോഴാണ് ഈ സംഘം, മന്ത്രിമാരുടെ സംഘം പോകുന്നത്? എന്താണ് മറ്റു വിവരങ്ങൾ? വളരെ പ്രധാനപ്പെട്ട ഒരു സമരത്തിനാണ് സംസ്ഥാന സർക്കാർ തയ്യാറെടുക്കുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും കേരളത്തിൽ നിന്നുള്ള രാജ്യസഭ ഇടതുമുണ്ട് രാജ്യസഭാ എംപിമാർ, ഏക ലോക്സഭാ MP AM ആരിഫ്, ഇവരാണ് സമരത്തിൽ പങ്കെടുക്കുക. മറ്റന്നാൾ ജന്തർ മന്ദർ, ഡൽഹിയിൽ ജന്തർ മന്ദറിലാണ് സമരം. ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിക്ക് തിരിക്കും. വലിയ പ്രതീക്ഷയോടെ സംസ്ഥാനം കാണുന്ന ഒരു സമരമാണ്. പ്രതീക്ഷ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സമരം കൊണ്ട് കേന്ദ്ര അവഗണനയിൽ ഏത് തരത്തിലുള്ള മാറ്റം വരുമെന്ന പ്രതീക്ഷയല്ല സർക്കാർ കേന്ദ്രങ്ങൾക്കുള്ളത്. പകരം ഇതൊരു രാഷ്ട്രീയ അവസരമാണ്, രാഷ്ട്രീയ ആയുധമാണ്. സംസ്ഥാനത്തെ ഇങ്ങനെ നിരന്തരം ബുദ്ധിമുട്ടിക്കുന്ന കേന്ദ്രം സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ പോലും കവർന്നെടുക്കുന്നു എന്ന ആരോപണം. അങ്ങനെ ഒരു സമരം നടത്തുമ്പോൾ അത് ദേശീയതലത്തിൽ ശ്രദ്ധയാകർഷിക്കും. പ്രത്യേകിച്ചും ഇന്ത്യ മുന്നണിയുടെ രൂപീകരണം, ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്കെതിരെ അത്തരത്തിലുള്ള പാർട്ടികളുടെ ഒരു ഏകോപനം അങ്ങനെ നടക്കുമ്പോൾ ആ വിഷയം ഉയർത്തിക്കാട്ടി ഒരു വലിയ സമരത്തിന് സർക്കാർ തയ്യാറെടുക്കുമ്പോൾ അത് കേരളത്തിന് മാത്രം വിഷയമല്ല. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങൾക്കൊക്കെ ഇതേ അവഗണനയുണ്ട്, ഈ പ്രശ്നങ്ങളുണ്ട്, ഗവർണർമാരിൽ നിന്നുള്ള ശല്യമുണ്ട്. അത് ദേശീയതലത്തിൽ ഒരു വലിയ ക്യാമ്പയിനേക്ക് മാറ്റുക എന്ന നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി കൂടി അത് ആദ്യം ഏറ്റെടുക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ ഭാഗമായാണ് ഈ സമരത്തിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിക്ക് പോകുന്നത്. നേരത്തെ VS സർക്കാരിന്റെ കാലത്ത് 2008 ഇത്തരത്തിലൊരു സമരം ഡൽഹിയിൽ നടന്നിരുന്നു. അന്ന് മൻമോഹൻ സിംഗ് സർക്കാരാണ് കേന്ദ്രം ഭരിച്ചിരുന്നത്. ഇപ്പോൾ BJP സർക്കാർ ഭരിക്കുമ്പോൾ സംസ്ഥാനത്തെ പ്രതിപക്ഷമായ കോൺഗ്രസിനെയും പലതവണ മുഖ്യമന്ത്രി നേരിട്ടും അല്ലാതെ മന്ത്രിമാർ ഇന്നലെ ബജറ്റ് പ്രസംഗത്തിൽ പോലും അത്തരത്തിൽ ക്ഷണം കോൺഗ്രസ് നൽകുന്നുണ്ട്, അവർ പങ്കെടുക്കണം. എന്നാൽ കോൺഗ്രസ് നേതൃത്വം അത് നിരസിക്കുകയാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം കേന്ദ്ര നടപടികൾ മാത്രമല്ല, സംസ്ഥാനത്തെ ദുർവ്യയവും സംസ്ഥാനത്തിന്റെ തെറ്റായ ധന മാനേജ്മെന്റുമാണെന്ന അഭിപ്രായമാണ് പ്രതിപക്ഷത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ പ്രതിപക്ഷം ഈ സമരത്തിൽ പങ്കെടുക്കുന്നില്ല. പക്ഷേ അങ്ങനെ പ്രതിപക്ഷം മാറി നിൽക്കുമ്പോഴാണ് സംസ്ഥാനം ഇത്തരം സമരം പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാർ കേന്ദ്രവിരുദ്ധ സമരത്തിൽ ഡൽഹിയിലെത്തുന്നത്. നാളെയാണ് അവരുടെ സമരം. ആ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഇപ്പോൾ സർക്കാർ ഇടതുമുന്നണി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാരും സമരം ചെയ്യുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നം, ഈ പ്രശ്നം ഇടതുമുന്നണിയുടെയോ അല്ലെങ്കിൽ ഭരണ കക്ഷിയുടെ മാത്രം പ്രശ്നമല്ല. ഈ സമരത്തിന് നേരത്തെ ആഹ്വാനം നൽകുമ്പോൾ അല്ലെങ്കിൽ തയ്യാറെടുക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ BJP ഇതര മുഖ്യമന്ത്രിമാരുടെ പിന്തുണ ലഭിച്ചേക്കും, അവരുടെ പങ്കാളിത്തം കൂടി ഉണ്ടാകും എന്ന് കണക്ക് കൂട്ടിയിരുന്നല്ലോ. ഇപ്പോൾ ഡൽഹിയിലാണ് സമരം നടത്തുന്നത്. അവിടെ AAP ആണ് ഭരണത്തിലിരിക്കുന്നത്. അവിടെയും സംസ്ഥാന സർക്കാരുമായി കേന്ദ്രം വലിയ തോതിലുള്ള ഏറ്റുമുട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ പശ്ചിമ ബംഗാൾ, കർണാടകം പോലെയുള്ള സംസ്ഥാനങ്ങൾ. ഇവിടെ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് പോലെ പ്രതിപക്ഷം ആവർത്തിച്ച് പറയുന്നത് കേരളത്തിലെ ധനപ്രതിസന്ധിക്ക് കാരണം കേന്ദ്രം മാത്രമല്ല, സംസ്ഥാന സർക്കാർ കൂടിയാണ്. അതുകൊണ്ട് കൈകോർത്തൊരു പോരാട്ടത്തിനില്ല എന്ന് പറയുന്നു. അതേസമയം തന്നെയാണ് അരുൺ സൂചിപ്പിച്ച കർണാടകം പ്രതിഷേധത്തിന് തയ്യാറെടുക്കുന്നത്. നാളെ പ്രതിഷേധം നടക്കുന്നു. ഈ പ്രതിഷേധ വേദിയും സർക്കാർ കേരളത്തിലെ പ്രതിപക്ഷത്തിന് എതിരായ രാഷ്ട്രീയ വേദി കൂടിയാക്കി മാറ്റുമെന്ന സാധ്യത മുന്നിലുണ്ടോ? സ്വാഭാവികമായി മാറും. അവിടെ കേന്ദ്ര സർക്കാരിന് തന്നെയാകും പ്രധാനപ്പെട്ട ആരോപണ ശരങ്ങളും വിമർശനവും ഒക്കെ. പക്ഷേ കേന്ദ്രത്തിനെതിരെ ഇത്തരത്തിൽ യോജിച്ച പോരാട്ടത്തിന് ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല, പകരം അല്ലെങ്കിൽ ഒരു മുന്നണിയുടെ ഒരു കക്ഷി രാഷ്ട്രീയ വിഷയമല്ല. അതിനപ്പുറത്തേക്ക് സംസ്ഥാനത്തെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന കേന്ദ്രത്തിനെതിരെ യോജിച്ചു നീങ്ങേണ്ടവരാണ് സംസ്ഥാനത്തെ ജനങ്ങൾ ഒന്നാകെ. അതായത് BJP വിരുദ്ധ BJP എതിരെ ആളുകളെല്ലാം ഒന്നിച്ചു നിൽക്കണം. അവിടെ പ്രതിപക്ഷവും സംസ്ഥാനത്തിനൊപ്പം കൈകോർക്കണമെന്ന നിലപാടാണ് സർക്കാരിനുള്ളത്. സ്വാഭാവികമായും അതിന് പ്രതിപക്ഷം തയ്യാറാകാത്ത സാഹചര്യത്തിൽ വലിയ വിമർശനങ്ങൾ പ്രതിപക്ഷത്തിനെതിരെയും ഉയർന്നു വരുമെന്ന് ഉറപ്പാണ്. മാത്രവുമല്ല
കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും ഇതിൽ ക്ഷണിച്ചിട്ടുണ്ട്. അവർ ആരെങ്കിലുമൊക്കെ പങ്കെടുക്കും, അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിന്റെ പ്രതിനിധികൾ, രാഷ്ട്രീയ നേതൃത്വമോ അല്ലെങ്കിൽ ഭരണ നേതൃത്വമോ എത്തുമെന്ന പ്രതീക്ഷ കൂടി, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും പഞ്ചാബിൽ നിന്നും അടക്കം അത്തരത്തിലുള്ള അവിടുത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗമായുള്ളവരോ എത്തുമെന്ന പ്രതീക്ഷ CPM കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്, സർക്കാർ കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായുള്ള ഒരുക്കങ്ങളും നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി നേരിട്ടും മന്ത്രിമാർ നേരിട്ടുമൊക്കെ ഈ പല സംസ്ഥാനങ്ങളിലും എത്തി അവിടുത്തെ നേതാക്കളെ ഈ സമരത്തിന്റെ ഭാഗമായുള്ള സമ്മേളനത്തിലാണ്. സമരം മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA മാരും സമരം നടത്തുന്നു. അതിന്റെ ഭാഗമായി ഒരു സമ്മേളനം ചേരുന്നുണ്ട്. ആ സമ്മേളനത്തിലേക്കാണ് ഈ നേതാക്കളെ സർക്കാർ ക്ഷണിച്ചിട്ടുള്ളത്. അവർ എത്തുമെന്ന പ്രതീക്ഷ തന്നെയാണുള്ളത്. അങ്ങനെ ആരെങ്കിലും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യമായി ആരെങ്കിലും എത്തിയാൽ പോലും അത് ഇവിടുത്തെ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അവരെ എത്തിക്കാനുള്ള ശ്രമം സംസ്ഥാന സർക്കാർ നടത്തുന്നുമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ കടുത്ത അവഗണന എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സർക്കാർ. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കേന്ദ്രത്തിനെതിരെ സംസ്ഥാന സർക്കാർ പ്രതിഷേധവുമായി ഡൽഹിയിലേക്ക് എത്തുന്നത്. ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള സംഘം ഡൽഹിക്ക് തിരിക്കും.